ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ടു ബിസിനസ്സിലേക്കുള്ള യാത്രയിലേക്ക് സ്വാഗതം. ട്രാവൽ ടു ബിസിനസ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പേപ്പർ ബാഗ് നിർമ്മാണം. അതിൻ്റെ ബിസിനസ് സാധ്യതകൾ, എത്ര മുതൽ മുടക്കേണ്ടി വരും, എങ്ങനെ തുടങ്ങും, എവിടെ നിന്നാണ് പരിശീലനം ലഭിക്കുക, അത്തരം കാര്യങ്ങളൊക്കെയാണ്. നമുക്കാദ്യം അതിൻ്റെ സാധ്യതകൾ നോക്കാം. നമുക്കറിയാം, നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതി ഏറ്റവും കൂടുതൽ മലിനമാക്കപ്പെടുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങൾ മൂലമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ടും വീടുകളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകളാണ് ഏറ്റവും ഡേഞ്ചറായിട്ട് വരുന്നത്, ഏറ്റവും അപകടകാരി. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് പല സംസ്ഥാനങ്ങളിലും ജില്ലകളിൽ പല ഭാഗത്തും രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. നിരോധനം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലും നിരോധനം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭത്തിൻ്റെ സാധ്യതകൾ കിടക്കുന്നത്. വളരെ ലളിതമായ നിർമ്മാണമാണ് പേപ്പർ ബാഗിനുള്ളത്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന ഒരു സംരംഭമാണ് പേപ്പർ ബാഗ് നിർമ്മാണം. പേപ്പർ ബാഗുകൾ പല വർണ്ണത്തിലും, അതായത് പല നിറങ്ങളിൽ, അതുപോലെ തന്നെ പല വലുപ്പത്തിൽ, ചെറുതും വലുതുമായിട്ട് പല ഡിഫറെൻറ്റ് ലുക്സിൽ, അതായത് ക്വാളിറ്റിയുടെ മാറ്റത്തിൽ, അതുപോലെ തന്നെ കമ്പനികളുടെ ലോഗോ പ്രിൻ്റ് ചെയ്തിട്ട് പേപ്പർ ബാഗ് നിർമ്മിക്കാം. അതുപോലെ തന്നെ ക്വാളിറ്റി കൂടിയ പേപ്പറുകൾ ഉപയോഗിച്ച് പെർഫെക്റ്റ് ലുക്ക്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പേപ്പർ കവറുകൾ, പേപ്പർ ബാഗുകൾ നിർമ്മിക്കാം. അങ്ങനെ എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സിനെയും തൃപ്തികരമാക്കുന്ന രീതിയിൽ നമുക്ക് നിർമ്മിക്കാവുന്ന ഒരു സംരംഭമാണ് പേപ്പർ ബാഗ് നിർമ്മാണം. അപ്പോൾ ഇതിൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ആർക്കും സൈഡ് ബിസിനസ്സായിട്ട് തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല പരിശ്രമവും നല്ല പരിശീലനം നേടി നല്ല ഉൽപ്പാദനവും മാർക്കറ്റിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് പേപ്പർ ബാഗ് നിർമ്മാണം. കേരളത്തിൽ ഒത്തിരി സംരംഭകർ വിജയം കൈവരിച്ചതായിട്ടും നമുക്കറിയാം. അതിൽ തന്നെ നമ്മുടെ പാലക്കാട് ആലത്തൂർ ഭാഗത്തുള്ള മിസ്റ്റർ ബാബു റിയാസ്, അദ്ദേഹം ബിസിനസ് ദീപികയിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംരംഭത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രീതികളെക്കുറിച്ചുമൊക്കെ ആയിട്ട് വളരെ ചുരുങ്ങിയ കാലയളവിൽ വലിയ ഒരു വിജയം കൈവരിച്ച, ഈ മേഖലയിൽ വലിയ വിജയം കൈവരിച്ച ഒരു വ്യക്തിയാണ് മിസ്റ്റർ ആലത്തൂർ അബു സാഹിർ. അദ്ദേഹത്തിൻ്റെ GSA പേപ്പർ ബാഗ്സ്, അതായത് GSA Products എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. എക്സ്പോർട്സുമുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്ലയൻറ്റ്സ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അവർക്ക് അവരുടെ ഡിസൈനിൽ, അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റിയിൽ അവർ പേപ്പർ ബാഗുകൾ നിർമ്മിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. എത്ര കമ്പനികളുടെയും ഓർഡറുകൾ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ അവർ മെഷീൻ, പേപ്പർ ബാഗ് നിർമ്മാണത്തിന് ആവശ്യമായ മെഷീൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. പുതിയ സംരംഭകരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പരിശീലന ക്ലാസ്സുകൾ അവരുടെ ആലത്തൂർ വെച്ച് നടത്തുന്നുണ്ട്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ വെറുതെ ഇരിക്കുന്ന സമയം ഒരു വരുമാനമുണ്ടാക്കാവുന്ന രീതിയിൽ ഉള്ളൊരു ബിസിനസ്സാണ് പേപ്പർ ബാഗ് നിർമ്മാണം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ക്ലാസ്സുകൾ പല ജില്ലയിലും ഒരുക്കി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് GSA. വളരെ സാധ്യതയുള്ള ഈ മേഖല പേപ്പർ ബാഗ് വളരെ സാധ്യതയേറുന്നത് പ്ലാസ്റ്റിക് ബാഗിൻ്റെ പൂർണ്ണമായ നിരോധനത്തിലൂടെയാണ്. പൂർണ്ണമായ നിരോധനം ഉടൻ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം സാധ്യത ഈ മേഖലയിൽ കാണുന്നുണ്ട്. 1,00,000 രൂപയാണ് ഈ മെഷീൻ്റെ വില. ഒരു ടൈലർ മെഷീൻ വെക്കാനുള്ള സ്ഥലത്ത് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിലൂടെ നമുക്ക് വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നല്ലൊരു സംരംഭമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. മെഷീനറികളെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയാനും, അതുപോലെ തന്നെ പരിശീലനം നൽകുന്നതിനെക്കുറിച്ച് അറിയാനും, മറ്റു ചിലവുകളും ഒക്കെ കൂടുതൽ ആയിട്ട് അറിയുന്നതിന് വേണ്ടി
നമ്മുടെ GSA അബു സാഹിറിൻ്റെ നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പറും വാട്സപ്പ് നമ്പറും സ്കൈപ്പ് ഐഡിയും ഒക്കെ ഇതിലുണ്ട്. This is a demo sound of yummysounds.com. yummysounds.com layout track. This is a demo sound of yummysounds.com. This is a demo sound of yummysounds.com. yummysounds.com layout